ഹലോ ഫ്രണ്ട്സ്, ആര്യസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശംഖുപുഷ്പം ഫ്ലവർ കൊണ്ടുള്ള ഒരു സോപ്പ് മേക്കിംഗ് ആണ്. ഇത് ജ്യൂസ് ഫോമല്ല, പകരം ഇതിനെ ഡ്രൈഡ് ഫ്ലവർ ആക്കിയ ശേഷം അതിനെ നമ്മൾ പൊടിച്ചെടുത്തിട്ട് അതിനെ വെജിറ്റബിൾ ഗ്ലിസറിൽ ഇൻഫ്യൂഷൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് മേക്കിങ്ങിൽ വേണ്ടിയിട്ട് 200 ഗ്രാമോളം ട്രാൻസ്പാരൻറ്റ് ഗ്ലിസറിൻ ബേസ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ഡ്രൈഡ് ഫ്ലവേഴ്സ് പൊടിച്ചെടുത്തൊരു ഫോമാണിത്. അപ്പോൾ ഈ ഒരു ഫോമിനെ നല്ല രീതിയിൽ ഒന്നുകൂടിയിട്ട് ഫൈനായിട്ട് അരിച്ചെടുക്കാവുന്ന കേട്ടോ. അങ്ങനെ അരിച്ചെടുത്ത നല്ല ഫൈൻ പൗഡറിനെയാണ് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിനിൽ ഇൻഫ്യൂഷൻ ചെയ്തെടുത്തിട്ട് അതുപയോഗിച്ചിട്ടാണ് സോപ്പ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവറിനെ അതിന് ശേഷമുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രീതിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെജ് ഗ്ലിസറിനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ സോപ്പ് ബേസ് നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് തന്നെ അത് മെൽറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈഡ് ഫ്ലവറിനെ ഒരു സ്പൂൺ, ഈ ഒരു ചെറിയ സ്പൂൺ അളവിലേക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇനി നല്ല രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മിക്സ് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്ന കേട്ടോ. പിന്നെ അടുത്ത 2-3 ഐറ്റംസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് 2 തരം എക്സ്ട്രാക്റ്റുകളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒന്ന് ഈ ശംഖുപുഷ്പത്തിൻ്റെ തന്നെ എക്സ്ട്രാക്റ്റും പ്ലസ് അലോവേരയുടെ എക്സ്ട്രാക്റ്റും കൂടി ഒരു ഏകദേശം 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വൈറ്റമിനിയുടെ ഒരു 3 or 4 ഡ്രോപ്സ് അത്ര ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മിക്സിങ്ങിന് ശേഷം നമ്മൾ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ഥിരമായി ഈ ശംഖുപുഷ്പത്തിന് യൂസ് ചെയ്യുന്നൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, ഞാനതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഉള്ള ആ ഒരു ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എപ്പോഴും ഒരു സുഗന്ധം. അതിനുശേഷം നല്ല രീതിയിൽ അതിനെ ഒരു പ്രോപ്പർ മിക്സൊക്കെ കൊടുത്ത ശേഷം നമ്മൾക്കിതിനെ അധികം ടൈം വെക്കാതെ തന്നെ മുകളിലേക്ക് പകർത്താം. കാരണം പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 275 ഗ്രാമും ഒരു 50 ഗ്രാമുമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഒരു 3 ക്യാവിറ്റിയിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഇതിനെ 3ലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് ഇതിനൊരു 3 hours നമുക്ക് റെസ്റ്റിംഗ് ടൈമിൽ വയ്ക്കാം. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ സോപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആര്യസിദ്ധിയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കി എല്ലാവരും നോക്കുക, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.